ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റയൽ മാഡ്രിഡിന് വേണ്ടി തകർപ്പൻ പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ് വിനീഷ്യസ് ജൂനിയർ. പക്ഷേ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് വരുമ്പോൾ അത് ആവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാറില്ല. അതിൻ്റെ പേരിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ വിനീഷ്യസിന് ലഭിക്കുകയും ചെയ്യാറുണ്ട്. ബ്രസീലിയൻ ആരാധകർ തന്നെ വിനീഷ്യസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്താറുണ്ട്. ഈ വിഷയത്തിൽ വിനീഷ്യസ് ജൂനിയർ തന്നെ തൻ്റെ പ്രതികരണം ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇതെല്ലാം മാറ്റി പറയിപ്പിക്കാൻ വരുന്ന വേൾഡ് കപ്പിൽ തനിക്ക് സാധിക്കും എന്നാണ് വിനീഷ്യസ് ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഉദാഹരണമായിക്കൊണ്ട് റയലിനെ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. കാരണം റയൽ മാഡ്രിഡിൽ കരിയറിൻ്റെ തുടക്കകാലത്ത് ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിരുന്നു. റയലിലും മോശം പ്രകടനമായിരുന്നു വിനീഷ്യസ് നടത്തിയിരുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹം മികവിലേക്ക് ഉയരുകയായിരുന്നു. അതുപോലെ ബ്രസീലിയൻ ദേശീയ ടീമിലും മികവിലേക്ക് ഉയരാൻ കഴിയും എന്നാണ് വിനി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ വിധിയുണ്ടെങ്കിൽ ബ്രസീലിന് വേണ്ടി ഞാൻ വേൾഡ് കപ്പിൽ ഉണ്ടാകും. മാത്രമല്ല, അവർ എന്നെക്കുറിച്ച് പറഞ്ഞതെല്ലാം വേൾഡ് കപ്പിൽ മാറ്റി പറയിപ്പിക്കാൻ എനിക്ക് സാധിക്കും. റയൽ മാഡ്രിഡിൽ ആരാധകർ എന്നെക്കുറിച്ച് പലതും പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് അതെല്ലാം മാറ്റി പറയിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് ഞാൻ തന്നെ പ്രൂവ് ചെയ്തതാണ്, ഞാൻ തന്നെ തെളിയിച്ചതാണ്. ഇതാണ് വിനീഷ്യസ് ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. അതായത് അടുത്ത വേൾഡ് കപ്പിൽ തനിക്ക് തിളങ്ങാൻ സാധിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഇപ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പതിയെ പതിയെ ബ്രസീലുമായി അദ്ദേഹം ഇണങ്ങിച്ചേർന്ന് വരികയാണ്. കഴിഞ്ഞ ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയർ നല്ല രൂപത്തിലുള്ള ഒരു അസിസ്റ്റ് നൽകിയിരുന്നു. കാർലോ ആഞ്ചലോട്ടി വന്നതുകൊണ്ട് തന്നെ വിനീഷ്യസ് ജൂനിയറെ ഏറ്റവും മികച്ച രൂപത്തിൽ അദ്ദേഹം ഉപയോഗപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും വിനീഷ്യസ് വേൾഡ് കപ്പിൽ തിളങ്ങേണ്ടത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.